Hi friends, jobs ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരവുമായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇൻഡിഗോ എയർലൈൻസിലേക്ക് കേരളത്തിൽ വിവിധ പോസ്റ്റുകളിൽ വേക്കൻസികളുമായി പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. പരീക്ഷയൊന്നുമില്ലാതെ ഇന്റർവ്യൂ വഴിയാണ് നിയമനം. നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്, സെക്യൂരിറ്റി ഓഫീസർ, റാമ്പ് ഓഫീസർ, എയർപോർട്ട് ഗ്രൗണ്ട് സപ്പോർട്ട് എക്യുപ്മെന്റ് ഓഫീസർ, കാറ്ററിംഗ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ വിവിധ പോസ്റ്റുകളിൽ വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ജോബ് ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റുകൾ ഡെയിലി ഈ ചാനൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് ലഭിക്കാനായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഡിഗോ എയർലൈൻസിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഈ വിവിധ പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസികളുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ലൊരു അവസരമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇൻഡിഗോ എയർലൈൻസിലേക്കാണ് വിവിധ പോസ്റ്റുകളിൽ വേക്കൻസികളുമായി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇന്റർവ്യൂ വഴിയാണ് നിയമനം. ഓഫീസർ, എക്സിക്യൂട്ടീവ്, കസ്റ്റമർ സർവീസ്, റാമ്പ്, സെക്യൂരിറ്റി തുടങ്ങിയ നിരവധി പോസ്റ്റുകളിൽ വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 9 ചൊവ്വാഴ്ച രാവിലെയാണ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളത്. ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം പറഞ്ഞിരിക്കുന്നത് ഉദയ് സ്യൂട്ട്സ്, ശംഖുമുഖം, തിരുവനന്തപുരം, കേരള 695007. ഓഗസ്റ്റ് 9 ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ 9:30 വരെ രജിസ്ട്രേഷൻ ടൈം പറഞ്ഞിട്ടുണ്ട്. 9:30 മുതൽ 11:30 വരെയാണ് ഇന്റർവ്യൂ സമയം പറഞ്ഞിട്ടുള്ളത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് www.goindia.go.in. ഇതിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഇന്റർവ്യൂ പങ്കെടുക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ്. അണ്ടർ ഗ്രാജുവേറ്റ്, പെഴ്സ്യൂയിങ് ഡ്യൂറേഷൻ, ഡിപ്ലോമ, റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവർ അങ്ങനെയുള്ളവരൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസൈഡ് സ്കിൽസ് പറഞ്ഞിരിക്കുന്നത് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, കസ്റ്റമർ സർവീസ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, റൊട്ടേഷണൽ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ കഴിയണം. അതൊക്കെയാണ് ഡിസൈഡ് സ്കിൽസ് പറഞ്ഞിട്ടുള്ളത്. എയർപോർട്ട് ഓപ്പറേഷൻസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിസിബിൾ ടാറ്റു, കാണാൻ പറ്റുന്ന ടാറ്റു മാർക്ക്, ബോഡി ആർട്ടോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 27 വയസ്സ് വരെയാണ്. ഓഗസ്റ്റ് 9 ചൊവ്വാഴ്ചയാണ് ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളത്. ജോബ് ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ CV-യിൽ ഏറ്റവും മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ID മെൻഷൻ ചെയ്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇന്റർവ്യൂ സമയത്ത് കയ്യിലുണ്ടായിരിക്കേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പാസ്പോർട്ട് 2020 മുതലുള്ള പാസ്പോർട്ട്, ലേറ്റസ്റ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് 2022 ഉണ്ടായിരിക്കണം. അതുപോലെ പാൻ കാർഡ് ഉണ്ടായിരിക്കണം. ആധാർ കാർഡ് വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർലി മെൻഷൻഡ്, ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഏവിയേഷൻ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ റിലീവിംഗ് ലെറ്റർ ഉണ്ടായിരിക്കണം. AAP സറണ്ടർ കോപ്പി ആൻഡ് ലേറ്റസ്റ്റ് പേ സ്ലിപ്സ് ഉണ്ടായിരിക്കണം. ഓരോ പോസ്റ്റിനുള്ള മാൻഡറ്ററി റിക്വയർമെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിനാണെങ്കിൽ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, പ്ലേസിംഗ് പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം. സെക്യൂരിറ്റി ഓഫീസർ പോസ്റ്റിലേക്ക് എല്ലാ വെതർ കണ്ടീഷനും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേസ് ഓഫ് വർക്ക് ടെർമിനലിലോ അപ്രോഡിലോ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. റാമ്പ് ഓഫീസർക്ക് അതുപോലെ തന്നെ എല്ലാ വെതർ കണ്ടീഷനും അഡാപ്റ്റ് ചെയ്യാൻ കഴിയണം. പ്ലേസ് ഓഫ് വർക്ക് ടെർമിനലോ അപ്രോഡ് എന്ന് പറയുന്നുണ്ട്. പ്രിഫറബിൾ റിക്വയർമെന്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ നല്ല കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെക്യൂരിറ്റി പോസ്റ്റിലേക്ക് ബേസിക് ആവശ്യക്ക് സ്ക്രീനർ, NCC ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെയാണ് പറയുന്നത്. റാമ്പ് ഓഫീസർ പോസ്റ്റിലേക്ക് ലോഡ് ആൻഡ് റം ലൈസൻസ്, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇത്രയാണ് പറയുന്നത്. ഇന്ത്യയുടെ റിക്രൂട്ട്മെന്റോ ഇന്റർവ്യൂവിനോ യാതൊരു ഫീസോ ചാർജോ ഒന്നും ഈടാക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാ കമ്മ്യൂണിക്കേഷനും, ഓഫർ ലെറ്റർ പോലെയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും വരുന്നത് ഇൻഡിഗോ മെയിൽ ID വഴിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഫുൾ ടൈം ജോബാണ് പറഞ്ഞിട്ടുള്ളത്. ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. ഡിഗ്രി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഇന്റർവ്യൂ പങ്കെടുക്കാവുന്ന പോസ്റ്റുകളാണ്. പരീക്ഷയൊന്നും തന്നെയില്ല. അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇന്റർവ്യൂ പങ്കെടുക്കുക. വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്റർവ്യൂ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു ജോബ് ഇൻഫർമേഷനെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.